മറ്റേ വീഡിയോ ഇടയ്ക്ക് കട്ടായി പോയല്ലേ. ഓക്കെ, സോറി. അതായത് നമ്മളെന്താ പറഞ്ഞത്, ബൈ പ്രൊഡക്ട്സിൻ്റെ കേസ്. അതായത് നമ്മൾ ചില സാധനങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾ അല്ല നമ്മൾ പറയാം. ഓക്കെ, അപ്പം ചില സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില പ്രൊഡക്ട്സ് എന്തായിട്ട് വരും, ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അതിനെന്ത് സംഭവിക്കാം? അതിന് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പണ്ടിങ്ങനെ ചെറുതിലേക്ക് പഠിച്ചിട്ടുണ്ടാവും, ഈ കോൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് കൽക്കരി ഉണ്ടാക്കുന്ന സമയത്ത്, കോൾ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഈ റോട്ടുമിൽ ഇടുന്ന എന്ത് എന്ന് പറയുന്നത്, താര് പോലത്തെ സാധനങ്ങൾ. അല്ല എന്താ പറയാ, ഈ മിൽക്ക്, പാലിന്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ, റിഫൈനിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് കേട്, എന്താ പറയുക, ബട്ടർ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഓക്കെ, അതായത് നമ്മൾ മിൽമ പോലത്തെ കമ്പനീസ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏതില്ല, മിൽക്ക്, പാലിലാണ്. അപ്പൊ പാലിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ആ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിന് അഡീഷണലി കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് എന്ത്, കേട്, ബട്ടർ. ഓക്കെ, അതുപോലെ കൽക്കരി ഉണ്ടാക്കുന്നവർക്ക് അഡീഷണലി കിട്ടുന്ന കുറെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. അതിൽ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത്, താറ് എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്ക് എന്തും ചെയ്യാം, ഈ താറും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വീണ്ടും സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സെയിൽ ചെയ്തിട്ട് എന്തുണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഇരുന്ന് വരുന്ന വേസ്റ്റ് ഓക്കെ, ഇവൻ ബൈ പ്രൊഡക്ട്സ് ഒന്നും അല്ല, അതങ്ങനെ നോർമലി സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചെയ്യില്ല. പക്ഷെ ഈ ബട്ടർ, കേടൊക്കെ നോക്കുന്ന സമയത്ത് അതൊക്കെ ഒരു വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അറ്റ്ലീസ്റ്റ് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റും കിട്ടുന്നില്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് വേസ്റ്റ് വരുന്നുണ്ട്. ആ വേസ്റ്റിന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആക്കാം, സ്ക്രാപ്പാക്കി വിറ്റ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സ്ക്രാപ്പ് വാല്യൂ എങ്ങനെ റിസീവ് ചെയ്യുമല്ലോ. നമുക്ക് അറ്റ്ലീസ്റ്റ് എന്ത് റിസീവ് ചെയ്യും, സ്ക്രാപ്പ് വാല്യൂയും കിട്ടുമല്ലോ. അത് നമുക്ക് എന്താ, ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിന് മെയിൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിന്റെ കോസ്റ്റിൽ, ആ കോസ്റ്റ്, അതായത് നമുക്ക് കുറേ ചിലവ് വന്നുകൊണ്ടിരിക്കുക, ആ ചിലവിന് ഭാഗമായിട്ട്, ആ ചിലവിന് റിസൾട്ടായിട്ട് വരുന്ന കുറച്ച് ഇൻകംസ് ആണ് എന്ത്, അറ്റ്ലീസ്റ്റ് വേസ്റ്റ് എന്താക്കാം, സ്ക്രാപ്പ് വാല്യൂ. വേസ്റ്റ് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്ക്രാപ്പ് വാല്യൂ റിസീവ് ചെയ്യും. അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബൈ പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ ചെയ്തിട്ട് കുറച്ചൊന്നും ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം, ഈ പറഞ്ഞ പോലത്തെ. അപ്പം ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നോർമലി ഈ ഫിനിഷ് ഗുഡ്സ് എന്താ ചെയ്യണം, സെയിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ആ സെയിൽ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രേഡിങ്ങിനാണ് എന്ത് ചെയ്യാറ്, കാണിക്കാറ്. പക്ഷേ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വരുന്ന ചില ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കുറച്ച് ഇങ്ങോട്ടേക്ക് ഇൻകം കിട്ടും. അത് നമ്മൾ എവിടെയല്ല, അതെന്താക്കണ്ട, അത് ട്രേഡിങ്ങിൽ നിങ്ങൾ കാണിക്കണ്ട, അത് എവിടെ തന്നെ കാണിച്ചാൽ മതി. അത് മാനുഫാക്ചറിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു റിസൾട്ടാണ്. അതുകൊണ്ട് മാനുഫാക്ചറിങ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, മാനുഫാക്ചറിങ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നോർമലി എക്സ്പെൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, എന്തുണ്ടാവാറില്ല, ഇൻകംസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമുക്ക് വരാൻ ചാൻസ് ഒരേ ഒരു ഇൻകം എന്താ, നമുക്ക് എന്ത് വരാം, സ്ക്രാപ്പ് വാല്യൂ വരാം. ഓക്കെ, എന്ത് വരാം, സ്ക്രാപ്പ് വാല്യൂ വരാം. എന്തിൻ്റെ, നമ്മൾ വേസ്റ്റ് പോലത്തെ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സ്പെൻസ് എന്ത് ചെയ്യാം, കുറച്ച് കളയാം. അതായത് അത് നമുക്ക് എന്തായിട്ട് കാണിക്കാം, ഇൻകമായിട്ട് കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് റിയലൈസബിൾ വാല്യൂ, അതായത് എന്ത്, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നാൽ നമ്മൾ ഓൾറെഡി ഇൻവെന്ററി എന്നുള്ള ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പഠിച്ചാണ്. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്നാൽ അതായത് ഇത് വിറ്റിട്ട് കിട്ടാൻ പോകുന്ന പൈസ. ഏത് വിറ്റിട്ട്, അതായത് ബൈ പ്രൊഡക്ട്സ് പോലത്തെ സാധനങ്ങൾ സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ. ഓക്കെ, അത് NRV എന്ന് വിളിക്കാം അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഇൻകംസ് വരുന്നുണ്ടെന്നാണെങ്കിൽ അത് നമുക്ക് എവിടെ കാണിക്കാം, മാനുഫാക്ചറിങ്ങിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മാനുഫാക്ചറിംഗായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് സൈഡിൽ കാണിച്ചോ. അതിന് വരാൻ ചാൻസ് ആകെ ഈ 2 ഇൻകംസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് കാണിച്ചു. ഇനി അപ്പോൾ ഈ എക്സ്പെൻസ് എല്ലാം കൂട്ടി ആ എക്സ്പെൻസ് ഇൻകം എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് കോസ്റ്റ് കിട്ടും. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമുക്ക് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന ചെലവ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്, അല്ലെ ട്രേഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ചെയ്യാൻ വരട്ടെ. ഓക്കെ, അവസാനമായിട്ട് ഫൈനലായിട്ട് ഒരു സാധനം കൂടി പറയാം. ഓക്കെ, ഫൈനലായിട്ട് ഒരു സാധനം കൂടി പറയുകയാണെങ്കിൽ അതാണെന്ത്, നമ്മളിപ്പം റോ മെറ്റീരിയൽ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് എന്തിലേക്ക് എത്തിക്കും, അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും, അത് കൺവേർട്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, ഒരു വർഷം നമ്മളിങ്ങനെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പം 31 മാർച്ചിനാണ് നമ്മൾ എന്ത് അവസാനിക്കുക, ഒരു പീരീഡ്, ഒരു ഇയർ എൻഡ് ആവാം. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്ക്, 31 മാർച്ചിൽ പീരീഡ് എൻഡ് ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രൊഡക്ഷൻ കറക്റ്റ് 31 മാർച്ച് ആകുമ്പോൾ നമ്മളെല്ലാ പ്രൊഡക്ഷനും കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഓക്കെ, അതായത് ഒരു സാധനം, ഒരു യൂണിറ്റ്,
ഓക്കെ, ഒരു യൂണിറ്റ് ഇപ്പോൾ നമ്മൾ കോൾ, നമ്മൾ നേരത്തെ കോൾ എടുക്കാം, ഒരു സാധനം കൽക്കരി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 3-4 ദിവസം എടുക്കുമെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു 3 to 4 days, കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഒരു കോൾ എന്ന് പറഞ്ഞ സാധനം കോളായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു 4 days എടുക്കണമെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ 29 എന്ത് ചെയ്തു, 29 എന്ത് സ്റ്റാർട്ട് ചെയ്തു, മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. റോ മെറ്റീരിയൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഉപയോഗിച്ച് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത് എപ്പോഴേ കംപ്ലീറ്റ് ആവും? ഇത് നമ്മൾ എന്ത് ചെയ്യണം, 29-ാം തീയതി 30 1-ാം തീയതി ആകുമ്പോൾ എന്താവും, കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ 31 മാർച്ച് ആവുന്ന സമയത്ത് ഇത് എന്തായിട്ടില്ല, കംപ്ലീറ്റ് ആയില്ല. പക്ഷെ ഇത് സ്റ്റിൽ റോ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ റോ മെറ്റീരിയൽ അല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഫിനിഷ്ഡ് ഗുഡ്സും അല്ല. അപ്പം റോ മെറ്റീരിയൽ അല്ല, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഇതിന്റെ ഇടയിൽ സ്റ്റെക്കായി പോയ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാവാം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. ഓക്കെ, അതിനെ വിളിച്ച ടേമാണ് എന്ത്, വർക്ക് ഇൻ പ്രോഗ്രസ്. അതായത് സ്റ്റിൽ ഇത് എന്തായില്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല, പക്ഷെ സ്റ്റിൽ ഏത് പ്രോസസ്സിലാണുള്ളത്, ഇത് സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഏത് പ്രോസസ്സിൽ, മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആ സ്റ്റേജിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ എന്തായിട്ടില്ല, ഇത് എന്തായിരുന്നില്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്ക്, നമ്മള് ഈ സാധനം നമുക്ക് ഈ വർഷം നമുക്ക് വന്ന മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് സൈഡിൽ കാണിച്ചു, കുറച്ച് ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഈ എക്സ്പെൻസ് മൊത്തം ഫിനിഷ്ഡ് ഗുഡ്സിന് വേണ്ടിയിട്ട് വന്നത് മാത്രമായിരിക്കും അല്ല, ഇത് ചില എക്സ്പെൻസ് എന്തിനു വേണ്ടി വന്നതാ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ സാധനം അല്ലേ. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ സാധനത്തിന് വേണ്ടി റോ മെറ്റീരിയൽ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തും, എന്നിട്ടാണ് അത് എന്തിലേക്ക് എത്താം, ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക്. അതായത് ചില സാധനങ്ങൾ ഈ സ്റ്റേജ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഏതിലെത്തി, ഫിനിഷ്ഡ് ഗുഡ്സിലെത്തി. ചില ഐറ്റംസ് സ്റ്റിൽ എന്തിലുള്ള, വർക്ക് ഇൻ പ്രോഗ്രസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ സാധനത്തിനും കുറച്ച് എന്ത് വന്നിട്ടുണ്ടാവും, റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടില്ലേ. അപ്പൊ റോ മെറ്റീരിയൽ കൺസ്യൂം ചില റോ മെറ്റീരിയൽ എന്തിനു വേണ്ടി കൺസ്യൂം ചെയ്തിട്ടില്ലേ, ഈ വർക്ക് ഇൻ പ്രോഗ്രസിന് വേണ്ടിയിട്ടല്ലേ കൺസ്യൂം ചെയ്തിട്ടില്ലേ. അതിപ്പോഴും എന്തായിട്ടില്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സ്പെൻസ് മൊത്തം ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എക്സ്പെൻസ് ആണെന്ന് പറയുന്നതിൽ ഒരു തെറ്റില്ലേ. അതിൽ ചില കുറച്ച് എക്സ്പെൻസ് എന്തിനു വേണ്ടിയിട്ട് വന്നതാ, ഇപ്പോഴും വർക്കിംഗ് കംപ്ലീറ്റ് ആവാത്ത ആ വർക്കിംഗ് പ്രോഗ്രസിന് കൂടി വേണ്ടിയിട്ട് വന്നതായിരിക്കില്ലേ ചില എക്സ്പെൻസ് എന്ന് പറയുന്നത്, അല്ലടാ, ചില എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്പെൻസ് വർക്ക് ഇൻ പ്രോഗ്രസിന് വേണ്ടിയിട്ട് വന്ന എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. അതായത് സ്റ്റിൽ ഇപ്പോഴും ബാലൻസ് ആയിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയുണ്ടെന്ന് നോക്കണം. അതിന് വന്ന ചിലവ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. അതായത് നമ്മൾ സാധാരണ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ വർഷം വാങ്ങിയ പൈസയെന്ന് അതിൽ ഉപയോഗിക്കാത്ത സാധനം, ഇപ്പോഴും നമ്മൾ സെയിൽ ചെയ്യാത്ത സാധനം, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, കുറച്ച് കളയാന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അത് ഇവിടെ കുറയ്ക്കുന്നതിന് പകരം ഇപ്പുറത്തെ ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിപ്പോ കുറച്ചും കൂടി ഈ ചാപ്റ്ററിൽ പറയുകയാണെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എന്ത് എന്ന് പറയേണ്ടി വരും, ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കുറയ്ക്കുന്നതിന് പകരം, പർച്ചേസ് കുറയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യടാ, അത് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കും. അതേപോലെ ഈ എക്സ്പെൻസിൽ ചില എക്സ്പെൻസ് എന്തിനു വേണ്ടി വന്നില്ല, ഫിനിഷ്ഡ് ഗുഡ്സിന് വേണ്ടി വന്നില്ല. അത് ഇപ്പോഴും വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള ചില ഗുഡ്സിനും വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള ഐറ്റത്തിന് വേണ്ടിയിട്ടും വന്ന എക്സ്പെൻസ് ആണ് ഇത്. അപ്പൊ ആ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എക്സ്പെൻസ് എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്പെൻസിന് കുറച്ചാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ച് കളയുന്നതിനേക്കാളും എവിടെ ഇരുന്നതല്ലേ, ക്രെഡിറ്റ് സൈഡിൽ. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ആരും കൂടി വരും, ബൈ സ്ക്രാപ്പും ബൈ NRV വരുന്നത് പോലെ ബൈ ആര് വരുവാ, ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ആര് വരും, വർക്ക് ഇൻ പ്രോഗ്രസ് വരും. ഓക്കെ അല്ലേ, WIP എന്ന് ഷോർട്ട് ആയിട്ട് പറയാറുണ്ട്. അതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എന്ത് വരും, വർക്ക് ഇൻ പ്രോഗ്രസ് വരും. ഓക്കെ അല്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എന്ത് വരുടാ, വർക്ക് ഇൻ പ്രോഗ്രസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലായി, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്നതിനാണ് എപ്പോഴും എന്ത് ആഡ് ചെയ്യേണ്ടി വരും, ഓപ്പണിംഗ് ആഡ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവൂലേ, കഴിഞ്ഞ വർഷം ഇതേപോലെ ലാസ്റ്റ് ബാക്കിയുള്ളത് അത് കഴിഞ്ഞ വർഷം കുറച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ വർഷം അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയില്ലേ. അപ്പൊ ഈ വർഷം സെയിൽ ചെയ്ത സമയത്ത് അതും വിറ്റിട്ടുണ്ടാവില്ലേ. അപ്പൊ അതിന്റെ എക്സ്പെൻസ് കാണിക്കണ്ടേ, അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ലേ. അപ്പം ഒരു വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുന്നുണ്ട് എന്നാണെങ്കിൽ അടുത്ത വർഷം എന്താവും, ഈ ക്ലോസ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്യണ്ടേ. അപ്പൊ ഈ വർഷം ക്ലോസ് സ്റ്റോക്ക് കുറക്കുന്നുണ്ട് എന്നാണെങ്കിൽ കഴിഞ്ഞ വർഷം ക്ലോസ് സ്റ്റോക്ക് ഈ വർഷം എന്ത് ചെയ്യണം, ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽ കൺസ്യൂമറിന്റെ മുന്നേ ആര് വരും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് എന്തുണ്ടാവും, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും. അത് കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസിന് കുറച്ചു, പക്ഷെ ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. കാരണം ഈ വർഷം അത് എന്ത് കംപ്ലീറ്റ് ആയി, ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യണം,
ഫിനിഷ് ചിലവായിട്ട് കൺസിഡർ ചെയ്യണ്ടേ. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് വരും. അപ്പം ഇതാണ് എന്തിന്റെ ഫോർമാറ്റ്, മാനുഫാക്ചറിന്റെ ഫോർമാറ്റ്. മാനുഫാക്ചറിന് മാക്സിമം വരാൻ പോകുന്ന ഐറ്റം. ഓക്കെ, അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് കാണിച്ചു, എത്ര റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തെന്ന് കാണിച്ചു. ഓക്കെ, ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം കൂട്ടി, അത് നമ്മൾ എന്ത് കുറച്ചു, അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻകംസ് കുറച്ചു, അതിൽ ഇപ്പോഴും കംപ്ലീറ്റ് ആവാത്ത വർക്കിംഗ് പ്രോഗ്രസ് സാധനത്തിന്റെ പൈസ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള പൈസ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് നമുക്ക് വന്ന ഈ മാനുഫാക്ചറിംഗ് ആയിട്ട് വന്നിട്ടുള്ള മൊത്തം എക്സ്പെൻസ് എന്ന് പറയുന്നത്. ആ എക്സ്പെൻസ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്ന എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ഈ ചെലവ് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ അല്ലേ. ഓക്കെ, ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് സാധാരണ ഇതിൽ എന്താ വരിക, സാധാരണ ഇതിൽ എന്താ പർച്ചേസ് ആണ് വരിക. പക്ഷെ ഇപ്പൊ പർച്ചേസ് അല്ല, ടു എന്തെന്നാ വരിക, മാനുഫാക്ചറിങ് അല്ലെ, ടു മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്ന് വരിക. അപ്പം ഈ വർഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത മൊത്തം ഫിനിഷ്ഡ് ഗുഡ്സിന് പ്രൊഡ്യൂസ് ചെയ്ത ഫിനിഷ്ഡ് ഗുഡ്സിന് എത്രയാണോ കോസ്റ്റ് വന്നത്, ആ കോസ്റ്റ് മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കാണിച്ചു. എന്നിട്ട് അതില് അപ്പൊ ഇപ്പൊ കുറെ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തായിരിക്കും, സെയിൽ ചെയ്തായിരിക്കും. അപ്പൊ ഇങ്ങനെ അയച്ചു നോക്കിയോ, നമ്മൾ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്ത സാധനം മൊത്തം നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടോ, ഉണ്ടോടാ, ഇല്ല. അതിൽ സ്റ്റിൽ എന്ത് ചെയ്യാത്തുണ്ടാവും, സെയിൽ ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ചെലവല്ലല്ലോ. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനത്തിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, കുറയ്ക്കണം എന്ന് പറഞ്ഞല്ലേ. അതേപോലെ ഇവിടെ പർച്ചേസ് ഇല്ലാത്തതുകൊണ്ട് ആരാ വന്നേ, മാനുഫാക്ചറിംഗ് അക്കൗണ്ടാണ് വന്നത്. അപ്പൊ ഈ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്ത മൊത്തം ഫിനിഷ് ഗുഡ്സിന്റെ എക്സ്പെൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ ചില ഗുഡ്സ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ടാവും, വിറ്റിട്ടുണ്ടാവുള്ളൂ. ആ വിൽക്കാത്ത ഫിനിഷ് ഗുഡ്സിന്റെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. ഓക്കെ, സാധാരണ ട്രേഡിംഗ് പോലെ തന്നെ ഇവിടെ കുറയ്ക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സെയിൽ എന്ത് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എന്ത് കാണിക്കണം, ഫിനിഷ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. പിന്നെ അത് ഒട്ടും പറഞ്ഞോളെ, ഒരു വർഷം ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം എന്താവണം, അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് എക്സ്പെൻസ് ആവും. അപ്പൊ ഇതേപോലെ കഴിഞ്ഞ വർഷത്തെ എന്തുണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, അത് ഇവിടത്തേക്ക് ആഡ് ചെയ്യണം. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, ക്രോസ് പ്രോഫിറ്റ് കിട്ടും. പിന്നെ സാധാരണ പോലെ എന്ത് വരക്കണം, P&L വരയ്ക്കുക, അതൊക്കെ ചെയ്യാം. അപ്പൊ സിമ്പിൾ ഇത്ര മാത്രമേ എന്തുള്ളൂ, മാനുഫാക്ചറിംഗ് അക്കൗണ്ട് ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കൺസെപ്റ്റ് കുറച്ചും കൂടി ഒന്ന് റെഡി ആവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ ആയിട്ട് ഏറ്റവും മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യാം നോക്കാം. ഇതിൽ കുറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇതിലിപ്പോൾ മാനുഫാക്ചറിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കാനുള്ള ചാൻസ് കുറവാ. അപ്പൊ ഇത് നമുക്ക് എന്ത് മാത്രം ഫിൽട്ടർ ചെയ്യാം, മാനുഫാക്ചറിംഗ് അക്കൗണ്ട് മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് മാത്രം വരയ്ക്കാം, മാനുഫാക്ചറിംഗ് അക്കൗണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഓക്കെ, മാനുഫാക്ചറിംഗ് അക്കൗണ്ടിലേക്ക് വരുന്ന എക്സ്പെൻസ് മാനുഫാക്ചറിംഗ് നമുക്ക് വേണം ട്രേഡിംഗ് നോക്കാം. കാരണം ട്രേഡിംഗ് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് വേണം ട്രേഡിംഗ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ മാനുഫാക്ചറിംഗ് അക്കൗണ്ടും ആ ക്വസ്റ്റൻ എന്തും കൂടി വരയ്ക്കാം, ട്രേഡിംഗ് അക്കൗണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം. ഓക്കെ, അങ്ങനെയാണ് നോക്കാം, ആദ്യം നോക്കാം. ഓക്കെ, എന്ത് സ്റ്റോക്ക് ഓൺ 1 April 2021, അതായത് 2021 ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടായെന്നുള്ളതാണ്. റോ മെറ്റീരിയൽ അല്ലെ, റോ മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് നമ്മൾ എന്താ ചെയ്യാറ്, റോ മെറ്റീരിയൽ കൺസ്യൂമർ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അല്ലെ, കൺസപ്ഷൻ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്തതിന് നമുക്ക് എന്ത് വേണം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് എന്ത് കുറച്ച് കളയാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം, റോ മെറ്റീരിയൽ കൺസ്യൂമർ കിട്ടാം അല്ലെ. പിന്നെ വർക്കിംഗ് പ്രോഗ്രസ്, ഞാൻ പറഞ്ഞിട്ട് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്യണം, മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഫിനിഷ് ഗുഡ്സിന് ഓപ്പണിംഗ് സ്റ്റോക്ക് അതെന്താ ചെയ്യണം, ട്രേഡിംഗിലാണ് എന്തായിട്ട് കാണിക്കണേ, ഓപ്പണിംഗ് ആയിട്ട് കാണിക്കണേ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് എവിടേക്ക് വരും. ഓക്കെ, അപ്പം മാനുഫാക്ചറിംഗ് ഓപ്പണിംഗിന് എന്ത് വരും, വർക്കിംഗ് പ്രോഗ്രസ് വരും. ഓക്കെ, അത് കാണിക്കണം. പിന്നെന്താ നമുക്ക് പിന്നെ അടുത്ത കണ്ടുപിടിക്കണം, റോ മെറ്റീരിയൽ കൺസ്യൂമർ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ആദ്യം നോക്കേണ്ട സാധനം എന്താ, അതിൽ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് റോ മെറ്റീരിയൽ എത്ര ഉണ്ട്, 21,000 ഉണ്ട്. ഓക്കെ, അത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്ത് ചെയ്ത് ഇനി അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം, ഈ വർഷത്തെ പർച്ചേസ് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ എന്ത് ലെസ് ചെയ്യണം, ഈ വർഷം എത്രയാണോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം അല്ലേ, അത് ലെസ് ചെയ്യണം. അത് നമ്മൾ താഴോട്ട് നോക്കാം. ഓക്കെ, ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 9,500 ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് പുറത്ത് തന്നെ കാണിക്കുക, കാരണം അതിൽ എന്തില്ല, അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്, ഫിനിഷ് ഗുഡ്സ് അതെവിടെ കാണിക്കണ്ടേ, ട്രേഡിംഗ് അക്കൗണ്ട് കാണിക്കണ്ടേ, എന്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ് ഗുഡ്സ് എന്നിട്ട് എവിടെ കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. എത്രയായിരുന്നു, 15,500 കഴിഞ്ഞ വർഷം ഫിനിഷ് ഗുഡ്സ് ബാക്കിയുണ്ട്, അത് ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ടാവും, സെയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് എക്സ്പെൻസ് ആക്കണം ട്രേഡിംഗിൽ. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത സൺഡ്രി ഡെപ്റ്റേഴ്സ്, അതെന്താ എക്സ്പെൻസ് ആണോ, അല്ല അതെന്താ ഒരു അസറ്റ് ആണ്.
അല്ലേ? അതെന്താ ഒരു അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റം, ഒരിക്കലും എവിടെ വരില്ല. ഇവിടെ കാരേജ് ഓൺ പർച്ചേസ്, ഇവിടെ നമ്മൾ എന്താ പർച്ചേസ് ചെയ്യുക? ഫിനിഷ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടാ? ഇല്ല. ഇവിടെ പർച്ചേസ് ചെയ്യുന്ന സാധനം എന്താ? റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് എന്തിൽ കാണിക്കണം? ഞാൻ പറഞ്ഞു മാനുഫാക്ചറിങ്. റോ മെറ്റീരിയൽ കൊണ്ടുവരാം. അപ്പം കൊണ്ടുവരാറോ പർച്ചേസ് ചെയ്തത് എന്തായിരിക്കും? റോ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ റോ മെറ്റീരിയൽ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് എന്തിൻ്റെ എക്സ്പെൻസാണ്? മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്ത് വരും? കാരേജ് വരും, അല്ലേ? കാരേജ് ഓൺ പർച്ചേസ്. എത്ര കാരേജ് ഓൺ പർച്ചേസ് ഉണ്ട്? കാരേജ് ഓൺ പർച്ചേസ് എത്ര ഉണ്ടടാ? 1500 അല്ലേ? 1500 ഉണ്ട്. ഓക്കെ അല്ലേ? അതുണ്ട്. നെക്സ്റ്റ് എന്താ? ബിൽസ് റിസീവബിൾ. അതെന്താ സാധനം? ബിൽ റിസീവബിൾ എന്താടാ? അസറ്റ് അല്ലേ? വേണോ? വേണ്ട. പിന്നെ വേജസ്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ പറഞ്ഞത് വേജസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്തായിട്ട് എടുക്കുക? മാനുഫാക്ചറിങ് എക്സ്പെൻസും. സാലറി എന്ന് മാത്രം പറഞ്ഞാൽ സാധാരണ പോലെ എന്തായിട്ട് എടുക്കുക? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് P&L ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ വേജസ്. ഓക്കെ, വേജസ് എന്താ? 13,000 വേജസ് ഉണ്ട്. അത് നമ്മൾ എന്താ? 13,000 വേജസ് മാനുഫാക്ചറിംഗ് ആയിട്ട് എടുക്കണം. സാലറി നമ്മൾ എന്തായിട്ട് എടുക്കില്ല? നോർമലി സാധാരണ പോലെ എവിടെയാണ്? P&L പോകേണ്ടത്. ഓക്കെ, നമ്മളിവിടെ എന്ത് വരക്കുന്നില്ല? P&L വരക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സാലറി നമ്മൾ നോക്കണ്ട. പിന്നെ ടെലിഫോണ്, പോസ്റ്റേജ്, ഇതൊക്കെ മാനുഫാക്ചറിംഗ് വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അതായത് ടെലിഫോൺ, അതായത് ഫോൺ വിളിക്കുക, ഇതൊക്കെ എന്താ? സെയിൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അപ്പം ടെലിഫോൺസ് പോലത്തെ കാര്യങ്ങൾ, ടെലിഫോണ്, പോസ്റ്റേജ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ? അല്ല, ഈ പറഞ്ഞ ടെലിഫോണ്, പോസ്റ്റേജ്. അപ്പോൾ എന്ത് എക്സ്പെൻസ്? ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എവിടത്തേക്കാണ് പോകേണ്ടത്? P&L അല്ലേ? ടെലിഫോണ്, പോസ്റ്റേജ് സാധാരണ പോലെ തന്നെ. മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? എടുക്കാൻ പറ്റില്ല. ടെലിഫോൺസ് കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല? പ്രൊഡക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, റിപ്പയർ എന്താ? സാധാരണ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പക്ഷെ ഇവിടെ എന്ത് നോക്കണം? സാധാരണ റിപ്പയർ എന്ന് പറഞ്ഞാൽ P&L കാണിക്കുക. പക്ഷെ ഇവിടെ എന്താ നോക്കണ്ടേ? ആ റിപ്പയർ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും അസറ്റിന് വേണ്ടിയിട്ട് വന്ന റിപ്പയർ ആണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കണം? മാനുഫാക്ചറിംഗിൽ കാണിക്കണം. പക്ഷെ ഇവിടെ റിപ്പയർ എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞത്? ഓഫീസിലുള്ള ഫർണിച്ചർ. അപ്പൊ എന്തിനുള്ള അസറ്റ് അല്ല? മാനുഫാക്ചറിംഗ്. അതായത് നമ്മളെ പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ അകത്തുള്ള പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റ് അല്ല. അതുകൊണ്ട് ഇത് എവിടത്തേക്ക് പോകണില്ല? P&L പോകണം. അപ്പൊ ഇവിടെ നമ്മൾ കാണിക്കുന്നില്ല. ഓക്കെ, ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ? അസറ്റ് ആണ്. ഓഫീസ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ആണ്. അത് ഓഫീസ് ഫർണിച്ചർ ആണ്. ഓക്കെ, അപ്പം അസറ്റിന് നമ്മൾ എന്താക്കണം? എക്സ്പെൻസ് ആക്കണം. അസറ്റിന്റെ മേലെ വരുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ എന്താക്കണം? എക്സ്പെൻസ് ആക്കണം. പക്ഷെ ഇത് എവിടെയുള്ള? ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷൻ നോർമലി എന്താ? രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഓഫീസിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ P&L പോവുക. നമ്മൾ മാനുഫാക്ചറിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ്, അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ആണ് എവിടെ കാണിക്കണം? മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഓഫീസ് ഫർണിച്ചർ അസറ്റ് ആണ്. അത് ബാലൻസ് ഷീറ്റിലാവുക. റിപ്പയർസ് ടു പ്ലാന്റ് എന്താ? പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ് ആൻഡ് മിഷനറി. അത് എവിടെ ഉപയോഗിക്കുന്നതായിരിക്കും? പ്ലാന്റ് ആൻഡ് മിഷനറി എവിടെ ഉപയോഗിക്കുന്നതായിരിക്കും? മാനുഫാക്ചറിംഗ് പ്രിമൈസസ്, ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്, മാനുഫാക്ചറിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ റിപ്പയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം? മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ആക്കണം. എത്ര? 1,100. ഓക്കെ അല്ലേ? അപ്പോൾ ആ റിപ്പയർ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർ നമ്മൾ എന്ത് ചെയ്യണം? മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ അല്ല? ഓക്കെ, നെക്സ്റ്റ് ആണെന്ത്? റിപ്പയർ. പർച്ചേസ് അല്ലെ? പർച്ചേസ് എന്ത് വാങ്ങിയതായിരിക്കും? നമ്മളിവിടെ ഒരു പർച്ചേസിന്റെ കാരേജ് പറഞ്ഞു അല്ലെ? ഇവിടെ എന്ത് നമ്മൾ നോർമലി പർച്ചേസ് ചെയ്യുള്ളൂ? റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക അല്ലെ? അപ്പം പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ എന്ത് ചെയ്യണം? നമ്മൾ ആ വർക്കിങ്സ് അല്ലെ? അതായത് ഓപ്പണിംഗ് ഓൾറെഡി കിട്ടിയതിന് പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഇവിടെ കാണിക്കാനുണ്ട് അല്ലെ? അപ്പൊ പർച്ചേസ് എത്രയായിരുന്നു? പർച്ചേസ് 85,000 എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പം മൊത്തത്തിൽ 85,000 പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി എത്ര ഓപ്പണിംഗ് ഉണ്ടായിരുന്നു? 21,000 ഉണ്ട്. ഇനി നമുക്ക് കൺസ്യൂമർ കിട്ടണമെങ്കിൽ അതിന് എന്ത് കുറച്ച് കളയണം? ക്ലോസിംഗ് ബാലൻസ് എന്ത് ചെയ്യണം? കുറച്ച് കളയാൻ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എത്ര റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, റെന്റ്. ഓക്കെ, റെന്റ് ലൈറ്റിംഗ് ഉണ്ട് അല്ല, റെന്റ് ഉണ്ട്. ഓക്കെ, റെന്റ് എത്ര? 6,000. അപ്പൊ റെന്റ് ചെയ്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, റെന്റ്. അപ്പൊ റെന്റ് ഒന്നും പറഞ്ഞാൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യാം? ഓക്കെ, നമ്മൾ എന്തിനു വന്നിരിക്കും? മാനുഫാക്ചറിംഗിന്റെ ബിൽഡിങ്ങിന് വന്ന റെന്റ് ആയിരിക്കും അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം അത് അസ്യൂം താഴെ കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇത് സ്റ്റോക്ക് ആണ്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ്, സെമി ഫിനിഷ്ഡ് അതായത് വർക്കിംഗ് പ്രോഗ്രസിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ സാലറി, വേജസ് അല്ലേ? ഓക്കെ,
സാലറി വേജസിന്റെ കേസിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. മിഷനറി ഓക്കെ ഡിപ്രീസിയേഷന്റെ കേസിൽ എന്ത് പറയുന്നുണ്ട്? ഓക്കെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഒക്കെ എവിടെ വരുന്ന P&L വരുന്ന സാധനമാണ്. ഓക്കെ അല്ല നമ്മൾ സാധാരണ P&L കാണിക്കുന്നില്ല. ഓക്കെ അപ്പോൾ അത് നമ്മളിവിടെ നോർമലി ചെയ്യുന്നില്ല. ഇത്രയും എല്ലാം കൂടി ഇറക്കുന്ന ക്വസ്റ്റൻസ് നോർമലി ചോദിക്കാറില്ല. ഓക്കെ ഓഫീസ് പ്രീമൈസസ്. ഓക്കെ അപ്പോൾ ഇവിടെ കണ്ട ഓഫീസ് പ്രീമൈസസ് ഓക്യുപൈ 1/4 ഓഫ് ടോട്ടൽ ഏരിയ എന്ന് പറയും. മൊത്തം ബിൽഡിങ്ങിന്റെ 1/4 ആരെ സ്പേസാ? ഓഫീസിന് വേണ്ടിയിട്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് 3/4 മാത്രമേ എന്തിന്റെ സ്പേസ് ഉള്ളൂ? പ്രൊഡക്ഷന്റെ സ്പേസ് ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ 3/4 പ്രൊഡക്ഷൻ്റെ ഉള്ളൂ. അപ്പം റെന്റ് മൊത്തം എന്തിന്റെ അല്ല? റെന്റ് മൊത്തം എന്തല്ല? മാനുഫാക്ചറിങ് അല്ല. ഈ 6,000ന്റെ 3/4 മാത്രമേ എന്തിന്റെ ഉള്ളൂ? മാനുഫാക്ചറിങ് എക്സ്പെൻസിന്റെ ഉള്ളൂ. ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഓക്കെ അപ്പം 6,000 നമ്മൾ എന്ത് ചെയ്യണം? 3/4 നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ 4,500 മാത്രമേ എന്തിന്റെ എക്സ്പെൻസ് വരുള്ളൂ? എന്തിന്റെ എക്സ്പെൻസ് വരുള്ളൂ? ഓക്കെ റെന്റ് എന്ന് പറഞ്ഞിട്ട് മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് എത്രയേ വരുള്ളൂ? 4,500 മാത്രമേ വരുള്ളൂ. അതായത് 6,000 ഇൻറ്റു എന്ത് ചെയ്യണം? 3/4 ചെയ്യണം. കാരണം 1/4 എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? ഓഫീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. ഓക്കെ അല്ലേ? ഓക്കെ ഇനി ലൈറ്റ്നിങ്ങിന്റെ കേസിൽ ഓക്കെ ഇവിടെ ലൈറ്റ്നിങ് ആകുന്നുണ്ട് എത്ര? 1,350 ലൈറ്റ്നിങ് ആകുന്നുണ്ട്. അതിലെന്താ പറഞ്ഞത്? ലൈറ്റ്നിങ്ങിന്റെ കേസിൽ 2/3 ഫാക്ടറിക്കും 1/3 എന്തിനാ പറഞ്ഞു? ഓഫീസിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം ലൈറ്റിംഗ് ഫുൾ എന്തല്ല? ലൈറ്റിംഗ് മീൻസ് ഇലക്ട്രിസിറ്റി ഫുൾ എവിടെ ഉപയോഗിച്ചല്ല? നമ്മുടെ മാനുഫാക്ചറിംഗ് വേണ്ടി ഉപയോഗിച്ചല്ല. അതിന് 2/3 മാത്രം എന്താക്കിയാൽ മതി? മാനുഫാക്ചറിംഗ് ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഈ 1,350ന്റെ 2/3 മാത്രം അല്ലെ? ഓക്കെ അത് മാത്രമേ നമ്മൾ എന്താക്കണ്ടു? മാനുഫാക്ചറിംഗിന്റെ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടു? കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര വരും? 900 മാത്രം നമ്മൾ എന്താക്കണ്ടു? എക്സ്പെൻസ് ആക്കാം. അപ്പൊ ഇലക്ട്രിസിറ്റി ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് എത്രയേ വരുള്ളൂ? 900 മാത്രമേ വരുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അപ്പൊ അതും കംപ്ലീറ്റ് ആയി. ഓക്കെ ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് മിസ്സായ ഒരു സാധനമാണ്. ഓക്കെ മിസ്സായ സാധനമാണ്. ഓക്കെ അത് കഴിഞ്ഞു. ഓക്കെ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താ? അത് ലയബിലിറ്റി ആണ്. എവിടെ പോകേണ്ടതാ? ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ടതാണ്. പിന്നെ ബിൽസ് പേയബിൾ അല്ലേ? അതും എന്താ? ലയബിലിറ്റി ബാലൻസ് ഷീറ്റ് ആണ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അല്ലെ? ആ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിന് വരുന്ന ചെലവ് നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞിട്ടുണ്ടാ? അത് നമ്മൾ ഇൻകമായിട്ട് കാണിക്കാൻ പറ്റും. ബൈ പ്രോഡക്ട്സ് വിറ്റിട്ട് കിട്ടുന്ന പൈസ അല്ലെ? സ്ക്രാപ്പ് വന്നു കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകമായിട്ട് കാണിക്കും അല്ലെ? 2,500 എന്തുണ്ട്? സ്ക്രാപ്പ് ഉണ്ട്. അതെന്താ? മാനുഫാക്ചറിംഗിൽ ഇൻകമായിട്ട് കാണിക്കും അല്ലെ? അപ്പം സ്ക്രാപ്പിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? 2,500 നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇൻകമായിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ 2,500 കാണിച്ചു. കമ്മീഷൻ റിസീവ്ഡ് അതെന്താ? സാധാരണ ഇൻകമാണ്. ഇൻഡയറക്റ്റ് ഇൻകം ആണ്. എവിടെ പോകേണ്ടത്? P&L. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അതൊക്കെ എവിടെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്? P&L. ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെ? P&L. സെയിൽസ് എവിടെ വരുന്നത്? ട്രേഡിംഗ് അല്ലെ? ട്രേഡിംഗിലാണ് ആര് വരിക? സെയിൽസ് വരിക അല്ലെ? അപ്പൊ സെയിൽസ് നമ്മൾ ട്രേഡിംഗ് വരയ്ക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? സെയിൽസ് കാണിക്കാം. ഓക്കെ സെയിൽസ് എത്ര ഉണ്ട്? ഓക്കെ സെയിൽസ് എത്ര? 1,67,000. ഓക്കെ എത്രയും 500 67,200 അല്ലെ? 67,200 എന്തായിട്ട് കാണിച്ചു? ട്രേഡിംഗിലെ സെയിൽ ആയിട്ട് കാണിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ അപ്പൊ അതും കംപ്ലീറ്റ്. അപ്പൊ ഈ കാര്യം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതെന്താ? ലയബിലിറ്റി ആണ്. എവിടെ പോകണ്ട? ബാലൻസ് ഷീറ്റിൽ പോകണ്ട അല്ലടാ? ഓക്കെ അല്ലേ? അതൊക്കെ ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ എന്താ സ്റ്റോക്ക് പറ്റുന്നത്? റോ മെറ്റീരിയൽ സ്റ്റോക്ക് അതെവിടെ? നമ്മൾ ഇനി എന്ത് കണ്ടുപിടിച്ചില്ല? റോ മെറ്റീരിയൽ കൺസ്യൂമർ കണ്ടുപിടിച്ചില്ല. അതിൽ നമുക്ക് എന്ത് വേണം? ഇത് കുറച്ച് വന്നു മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റോ മെറ്റീരിയൽ കൺസ്യൂമർ കിട്ടും. ഓക്കെ അപ്പൊ 16,200 എന്താണെന്ന് മനസ്സിലായി? റോ മെറ്റീരിയൽ കൺസ്യൂമർ. അതെന്ത് ചെയ്യണം? ഇവിടെ കുറച്ചാണ്. അപ്പൊ അങ്ങനെ റോ മെറ്റീരിയൽ കൺസ്യൂമർ എത്ര നമുക്ക് കിട്ടും? അതായത് മൊത്തം 21,000 എന്തുണ്ടായിരുന്നു? ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. പ്ലസ് 85,000 പുതിയതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു. പക്ഷെ അതിൽ എത്ര ബാക്കിയുണ്ട്? 60,200 ബാക്കിയുള്ളത് മൈനസ് ചെയ്തപ്പോൾ നമ്മൾ എത്ര യൂസ് ചെയ്തു? 89,800 ആണ് നമ്മൾ എന്ത് ചെയ്തത്? മൊത്തം യൂസ് ചെയ്ത റോ മെറ്റീരിയൽ. ഓക്കെ പിന്നെ എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കോസ്റ്റ് ഒക്കെ എവിടെ കാണിക്കണേ? ട്രേഡിംഗിലാന്ന് പറഞ്ഞല്ലോ. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ട്രേഡിംഗ് കാണിക്കണം അല്ലെ? എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ഓക്കെ എത്ര? 18,100 ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ആണ്. അപ്പൊ ട്രേഡിംഗിൽ കാണിച്ചു. അത് ഓക്കെ അല്ലേ? ഓക്കെ ഇനി ആരാ നമുക്ക് വേണ്ട കോസ്റ്റ് സ്റ്റോക്ക് ഏതാ? സെമി ഫിനിഷ് അല്ലെ? വർക്കിംഗ് പ്രോഗ്രസ് മറ്റൊരു നെയിമാന്ന് പറഞ്ഞ എത്ര? 7,800. അത് നമ്മൾ എവിടുന്ന് കുറച്ച് അറിയണം? ഓക്കെ അതായത് അത് നമ്മൾ എന്താണ്? മാനുഫാക്ചറിംഗ് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ലേ? കാരണം അത് ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല. ഫിനിഷ് ഗുഡ്സ് ആയാൽ മാത്രം ഈ വർഷത്തെ എക്സ്പെൻസ് ആക്കണ്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യണം? ഈ വർഷത്തെ എക്സ്പെൻസ് കുറക്കണം. എന്നിട്ട് ഇത് കാണിച്ച പോലെ അടുത്ത വർഷം ഇത് എന്തായിക്കോളും? അവിടെ എക്സ്പെൻസ് ആയിട്ട് അടുത്ത വർഷം കാണിച്ചോളും. ഓക്കെ അപ്പൊ അതിന്റെ എക്സ്പെൻസ് എത്ര പറഞ്ഞിട്ടുണ്ട്? 7,800 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അത് എന്ത് ചെയ്തു? കുറച്ചാണ്. ഓക്കെ അല്ലേ? ഓക്കെ ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് നോക്കിയില്ല സാലറി ആൻഡ് വേജസ്. ഓക്കെ സാലറിയിൽ ഒരു 900 രൂപ എന്ത് ചെയ്യാനുണ്ട്?
ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അൺപെയ്ഡ് ഉണ്ട്. അതിനർത്ഥം നമ്മൾ ഓൾറെഡി ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്താണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഈ സാധനത്തിന്റെ അതായത് ഈ പക്ഷെ സാലറി എന്ന് പറഞ്ഞ സാധനം എവിടെ പോകണ്ട, അപ്പൊ പിയാൻഡിലെ സാലറി എന്ന് പറഞ്ഞതിന്റെ അപ്പുറം സാലറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസിന്റെ അപ്പുറം എന്തും കൂടി പ്ലസ് ചെയ്യണം, 900 കൂടി എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പം വേജസ് എത്ര അൺപെയ്ഡ് ഉണ്ട്, 2000 ഉണ്ട്. അപ്പൊ വേജസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എത്ര 13,000 കാണിച്ചാൽ അതിന്റെ പ്ലസ് എന്തും കൂടി വരണം, 2000 കൂടി വരണം. അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിലും എക്സ്പെൻസ് അക്രൂവൽ ബേസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, അപ്പൊ നമ്മളെ വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പിന്നെ പ്ലസ് എന്തും കൂടി വരണം, ഒരു ഔട്ട്സ്റ്റാൻഡിങ് വേജസും കൂടി വരാനുണ്ട്, എത്ര 2000. ഓക്കെ, അതിന് വിട്ടുപോയതാണ്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, രണ്ടും കൂടി നമുക്ക് ഇവിടെ ഇന്നറിൽ കാണിച്ചാൽ 13,000 ഉള്ളിലും 2,000 കൂടി ആഡ് ചെയ്തിട്ട് മൊത്തം എത്ര കാണിച്ചാൽ മതി, 15,000 കാണിച്ചാലും മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ കാണിച്ചു. ഓക്കെ, തന്ന ഐറ്റംസ് മൊത്തം നമ്മൾ എന്ത് ഓപ്പണിംഗ് കാണിച്ചു, സെയിൽ കാണിച്ചു, ക്ലോസ് സ്റ്റോക്ക് കാണിച്ചു. ഓക്കെ, എവറിത്തിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ എവറിത്തിങ് കഴിഞ്ഞിട്ട് ആരുണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, മിഷനറിക്ക് എത്ര ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറയുന്നത്, 10% എന്ത് കൊടുക്കാൻ പറയുന്നത്, ഡിപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് ഫർണിച്ചറിന് എത്ര കൊടുക്കാൻ പറഞ്ഞത്, 7/1/2%. പക്ഷെ ഓഫീസിന്റെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ ക്വസ്റ്റനിൽ പിയാന്നിനെയും കൂടി പറഞ്ഞതുകൊണ്ടാണ് ഓഫീസിനെ നോക്കേണ്ടത്. പക്ഷെ ഓഫീസിന്റെ ഡിപ്രീസിയേഷൻ എവിടത്തേക്കാണ് വേണ്ടത്, പിയാന്നിലേക്ക്. പക്ഷെ മെഷീൻ എവിടെ യൂസ് ചെയ്യുന്ന, മാനുഫാക്ചറിങ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൻ്റെ എവിടെ കാണിക്കണം, മാനുഫാക്ചറിംഗിൽ കാണിക്കണം അല്ലെ? അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീൻ എത്ര ഉണ്ടടാ, 70,000 പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. അതിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റു എത്ര പെർസെൻറ്റേജ്, 10%. അപ്പൊ എത്ര വരും, 7,000 നമ്മൾ മാനുഫാക്ചറിംഗിന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ എക്സ്പെൻസും കൂടി വരാണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ, ഏതിന്റെ മേലെ, മെഷീനറിന്റെ മേലെ എത്ര, 7,000 വരും. ആയില്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ, ഇവിടെ പറഞ്ഞ ബാക്കി പ്രൊവിഷനൊക്കെ എവിടെ പോകണതാണ്, പിയാൻഡിൽ പോകണതാണ്. അത് വരക്കാത്തതുകൊണ്ട് നമ്മൾ വിട്ടത് തൽക്കാലം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ, നമ്മൾ എന്ത് ചെയ്യാ നോക്കാം, മൊത്തം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട് നോക്കാം. എന്നിട്ട് എന്താ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ഇത് മൊത്തം എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക്. ഓക്കെ, അപ്പം വർക്കിംഗ് പ്രോഗ്രസ് 9,500 ഉണ്ട്, റോ മെറ്റീരിയൽ കൺസ്യൂമർ 89,800 ഉണ്ട്, പ്ലസ് ഒരു 1,500 ക്യാരേജ് ഉണ്ട്. ഓക്കെ, വേജസ് മൊത്തം ഔട്ട്സ്റ്റാൻഡിംഗ് എല്ലാം കൂടി 15,000 വേജസ് ഉണ്ട്. പിന്നെ റിപ്പയർ 1,100 ഉണ്ട്. ഓക്കെ, പിന്നെ റെന്റ് 4,500ഉം. ഓക്കെ, ഇലക്ട്രിസിറ്റി ലൈറ്റ്നിങ് 900, പിന്നെ ഡിപ്രീസിയേഷൻ 7,000 ഉണ്ട്. പിന്നെ അതിനാണ് ടോട്ടൽ എക്സ്പെൻസ് എത്ര ഉണ്ട്, 1,29,300 ടോട്ടൽ എക്സ്പെൻസ് ഉണ്ട്. അതിന് എന്ത് കുറക്കണം, സ്ക്രാപ്പ് 2,500 ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസിന്റെ ക്ലോസിങ് 7,800 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ ബാലൻസ് ഉള്ളത് എവിടത്തേക്ക് മാറും, ട്രേഡിങ്ങിലേക്ക് എത്ര വരും, 1,19,000 എവിടെ വരും, ട്രേഡിങ്ങിൽ വരും. അത് ട്രേഡിങ്ങിൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് വരണം, മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞിട്ട് എത്ര വരണം, 1,19,000 വരണം. ഓക്കെ, ട്രേഡിങ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസീവ് 1,19,000 പ്ലസ് ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു, 15,500 ഉണ്ടായിരുന്നു അല്ലെ? ഓപ്പണിംഗിൽ 15,500 ഫിനിഷ് ടൂൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് എത്ര ഉണ്ട്, 1,34,500 ആണ് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. സെയിൽ ഇൻകം സെയിൽ നോക്കുകയാണെങ്കിൽ സെയിൽ എത്ര, 1,67,200 ആണ് എന്ത് വരുന്നത്, സെയിൽ വരുന്നത്. 67,200 സെയിലും പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 1,81,000 ഉണ്ട് അല്ലെ? അല്ല, 18,100 ഉണ്ട് അല്ലെ? 18,100. അങ്ങനെയാണെങ്കിൽ 1,85,000 ആണ് മൊത്തം ഇൻകം. എത്ര ഉണ്ട്, 1,85,300. എക്സ്പെൻസ് വന്നത് 1,34,500. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടും, ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് വരും എത്ര, 50,800 ഗ്രോസ് പ്രോഫിറ്റ് വരും. രണ്ട് സൈഡിന് ടോട്ടൽ എത്ര തന്നെ കാണിക്കണം, 1,85,300 തന്നെ കാണിക്കണം. ആരെയും കംപ്ലീറ്റ് ആയി, ട്രേഡിങ് കംപ്ലീറ്റ് ആയി. ഇതാണ് എന്ത്, മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, സാധനം സിമ്പിൾ ആണ്. ഇതിൽ വരുന്ന എക്സ്പെൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാണിക്കാം. ഓക്കെ, ഇനി ഇതേപോലെ മുമ്പ് പ്രീവിയസ് ഇയറിലൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എവിടെ കാണിക്കേണ്ട, മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ട. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യുക, മാനുഫാക്ചറിംഗിന്റെ എ സൈഡിൽ കാണിച്ചാൽ മതി, സൈഡിൽ കാണിച്ചാൽ മതി. ഓപ്പണിംഗ് ഇൻവെന്ററി ഓഫ് റോ മെറ്റീരിയൽ, നമ്മൾ എന്ത് ചെയ്യാം, റോ മെറ്റീരിയൽ കൺസ്യൂമർ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് അല്ലെ? അപ്പൊ ഓപ്പണിംഗ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, പർച്ചേസ് ആഡ് ചെയ്യുക, അതിന് ആര് കുറച്ച് അറിയാം, ക്ലോസിംഗ് റോ മെറ്റീരിയൽ കുറച്ച് നമുക്ക് എന്ത് റോ മെറ്റീരിയൽ കൺസ്യൂമർ കിട്ടും, അത് നമ്മൾ എക്സ്പെൻസ് ആക്കാം. ഓക്കെ, പർച്ചേസ് പർച്ചേസ് റിട്ടേൺ. അപ്പൊ പർച്ചേസ് കുറക്കുന്ന സമയത്ത് 1,84,74,000 ആദ്യം എന്ത് കുറക്കണം, നെറ്റ് പർച്ചേസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. അപ്പൊ 18,74,000 നിന്ന് 95,000 കുറക്കണം. ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പർച്ചേസ് കിട്ടും. ആ നെറ്റ് പർച്ചേസ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുക, റോ മെറ്റീരിയൽ കൺസ്യൂമർ കണ്ടുപിടിക്കുന്ന സമയത്ത് നെറ്റ് പർച്ചേസിന്റെ എപ്പോഴാണ് എന്ത് കൂട്ടേണ്ടത്, ഓപ്പണിംഗ് റോ മെറ്റീരിയലും അതിനാണ് എന്ത് കുറക്കേണ്ടത്, ക്ലോസിംഗ് റോ മെറ്റീരിയൽ എന്ത് ചെയ്യേണ്ടത്, കുറക്കേണ്ടത്. ഓക്കെ അല്ലേ, അത് ചെയ്യാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താ,
ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ എല്ലാം എന്തിനു വേണ്ടി തന്നെയാണ് മാനുഫാക്ചറിങ് വേണ്ടി തന്നെയാണ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് വേജസ് ആയിക്കോട്ടെ ഇൻഡയറക്റ്റ് വേജസ് ആയിക്കോട്ടെ അതൊക്കെ എന്താ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. പവർ ആൻഡ് ഇലക്ട്രിസിറ്റി ഇപ്പൊ ഈ ക്വസ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അതായത് നേരത്തെ ക്വസ്റ്റൻ 3/4 1/4 എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒന്നും പറയാത്തതാണ്. മൊത്തം പവർ ഇലക്ട്രിസിറ്റി ഒക്കെ എന്തിനു ഉപയോഗിച്ചായിരിക്കും പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്ത്. പ്രൊഡക്ഷൻ നടക്കാൻ എന്തായാലും എന്ത് വേണമെന്ന് അറിയാം, പവറും ഇലക്ട്രിസിറ്റി ഒക്കെ വേണമെന്ന് അറിയാം. സോ ഫുള്ള് എന്തായിട്ട് എടുക്കുക മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആയിട്ട്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നേരത്തെ റിപ്പയർ ഓഫീസ് ഫർണിച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ഓഫീസ് ഫർണിച്ചറിന് എവിടെയാണ് പോവുക, പിയാനോയിലെ പോവുക. പക്ഷെ ഇവിടെ ഓഫീസിന്റെ ആണോ മാനുഫാക്ചറിങ്ങിന്റെ ആണോ മെഷീൻസിന്റെ ആണോ നമ്മൾ പറയുന്നില്ല. അപ്പൊ ഫുള്ള് എന്തായിട്ട് എടുക്കുക മെഷീൻസിന്റെ ആണ് മാനുഫാക്ചറിങ്ങിലുള്ള അസറ്റിന്റെ ആണ് എന്ന രീതിയിൽ അസ്യൂം ചെയ്യുക. അത് അവിടെ എന്ത് ചെയ്യുക ഫുള്ളി മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഡിപ്രീസിയേഷൻ ഓൺ ഫാക്ടറി ഷെഡ് എന്തിനു വന്നാൽ ഡിപ്രീസിയേഷൻ ഫാക്ടറിയുടെ ഷെഡാണ്, ഫാക്ടറിയാണ്, ഫാക്ടറിയിലാണ് എന്ത് നടക്കുക പ്രൊഡക്ഷൻ നടക്കുക. അപ്പൊ ഇതെന്താ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എവിടെ യൂസ് ചെയ്യുക മാനുഫാക്ചറിങ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കൂലേ. അപ്പൊ അതും എന്ത് എവിടെ തന്നെ കാണിക്കേണ്ട മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്താ മാനുഫാക്ചറിംഗിൽ എന്തായിട്ട് കാണിക്കണം, ഇൻകം ആയിട്ട് ക്രെഡിറ്റ് സെയിലേക്ക് കാണിക്കാം. എന്ത് കംപ്ലീറ്റ് ആക്കാം പ്രിപ്പയർ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് വരക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്നിട്ട് ആ ബാക്കിയുള്ള ബാലൻസ് എന്ത് ബൈ ട്രേഡിംഗ് എന്നിട്ട് കാണിച്ചാൽ മതി. സിമ്പിൾ നിങ്ങൾക്ക് എന്ത് കിട്ടി 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഓക്കെ ഇങ്ങനെ സിമ്പിൾ ആയ ക്വസ്റ്റൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ അപ്പൊ ഈ പറഞ്ഞ ഈ ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. ഓക്കെ ഇതിലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാം. ഓക്കെ ഞാൻ എന്ത് ചെയ്യാം നമ്മളെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ, ഓക്കെ.